നല്ല സീനറിയാ സിനിമയിൽ കണ്ടത്. പലരും ഇങ്ങനെ വിളിച്ചു. ചേട്ടാ നിങ്ങൾ ഇവിടെ ഉള്ളതാണോ? ഇവിടെ ആ ഫിലിം ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഫിലിം ലൊക്കേഷൻ ഇല്ലായിരുന്നു ആ വീടൊക്കെ എവിടെയാ? ഹലോ ഗേസ്, ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, നമ്മളൊരു കിഡിലുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അൽത്താഫ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എവിടെയാണെന്നും പറഞ്ഞില്ലല്ലേ, ഇതിപ്പം പൂവാറന്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, കോഴിക്കോട് ഒരു മലയോര ഗ്രാമമാണ്. നമ്മളിവിടെ എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്നൊരു ഫിലിമുണ്ട്, കപ്പോള എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കപ്പോള ഫിലിമിൻ്റെ ലൊക്കേഷൻ തേടി വന്നതാണ് ഇവിടേക്ക്. നമ്മൾ വരുന്ന കാഴ്ചകളും അതുമാതിരി ഈ കപ്പോള ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നൊരു സ്ഥലമുണ്ട് പൂവാറന്തോടിൽ. നമ്മളെ കപ്പോള ഫിലിമിൽ ആ നായിക ഓടി വരുന്നൊരു സീനുണ്ട്. എങ്ങനെ വെച്ചാൽ ഒരു സൈഡിൽ വെള്ളം, അതുമാതിരി മറ്റൊരു സൈഡിൽ പാലമൊക്കെ ആയിട്ട് പാലത്തിന് മുകളിൽ കൂടി ഈ നായികൻ്റെ അച്ഛൻ ഇങ്ങനെ, ഞാൻ സൈഡിൽ കാണിച്ചു തരാം, അച്ഛൻ നടന്നുകൊണ്ട് നായിക അവർ ഇങ്ങനെ നടന്നു വരുന്നൊരു സീനുണ്ട്. അതാണിതാ ഇവിടെ കണ്ടില്ലതാ. ഇവിടെ പറഞ്ഞാൽ റോഡിൻ്റെ മുകളിൽ കൂടി ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോവാണ്. അടിപൊളി പാലം കണ്ടോ, പാലമാണത്. എന്തായാലും ഇതിനെക്കുറിച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ കപ്പോള ഫിലിമിൻ്റെ ഒരു ഹൃദയഭാഗമുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് നമുക്ക് ഈ വീടും അതിൻ്റെ നേരെ മുകളിലെ വീടാണ് ആ നമ്മളെ അന്നാബൻ്റെ കഥാപാത്രത്തിൻ്റെ ആ വീട് എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ആ വീടാണ്. അതിൻ്റെ മുകളിൽ പറഞ്ഞാൽ അവർ സെറ്റ് ഇട്ടാണ്. അതിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ ഓടൊക്കെ ഇട്ടിട്ട് സെറ്റ് ഇട്ടൊരു സ്ഥലമാണ്. കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു അന്നബൻ്റെ കഥാപാത്രത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഇത് കാണിക്കുന്നത്. മറ്റേ വീട് അതാ, അന്നവൻ്റെ വീട് അതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ കേസ്, നമ്മുടെ ഈ അന്നവൻ്റെ ക്യാരക്ടറുണ്ട്, അവരെ ആ വീടാണ് നമ്മൾ ഈ പുറകെ കാണുന്നത്. ആ ഒരു കപ്പോള ഫിലിമിലെ മെയിൻ ഏറ്റവും എന്താ പറയുക അത്രയും ഇതായിട്ടുള്ള ലൊക്കേഷനാണിത്. ഇത് പറഞ്ഞാൽ ഇതിപ്പോൾ നിലവിലിപ്പോൾ ഒരു വാർപ്പിട്ട വീടാണ്, പക്ഷേ മുകളിലേക്ക് അവർ അത് സെറ്റ് ഇട്ടതാണെന്നാണ് പറയുന്നത്. ജെസ്സിയുടെ വീട് ആ മുകളിലത്തെ, ഇത് ജെസ്സിയുടെ കൂട്ടുകാരത്തിൻ്റെ വീട്, എൻ്റെ വീട്, അങ്ങനെ കൊടുത്താണ്. പിന്നെ കപ്പല ഉണ്ടാക്കി ഈ തൊട്ട് താഴത്ത് ഈ മരത്തിന് താഴെ അവിടെ ആയിരുന്നു ആ സ്റ്റേജിലൊക്കെ റെഡിയാക്കി, അതൊക്കെ പൊളിച്ചു പോയതാണ്. ഓ, അത് ലൊക്കേഷൻ ഇട്ടതല്ലേ? ആ, അവർ സെറ്റ് ചെയ്താ, പൊളിച്ചു പോയതാ. നല്ല സീനറിയാ സിനിമയിൽ കണ്ടത്. പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ വീടിന്റെ പുറകുവശം കാണിക്കില്ല അവർ? ബാക്ക് വശം കാണിക്കുന്നുണ്ട്. തുണി അലക്കുന്ന ഭാഗം എടുത്തേ. അപ്പം ആ വീടിൻ്റെ അവിടെ ഇങ്ങനെ വേലി പോലെ കെട്ടി മറിച്ചിട്ട് ഈ ലൊക്കേഷൻ, പിന്നെ ഇതിലെങ്ങനെ ഇറങ്ങി പോയിട്ട് പിന്നെ ഫോൺ ചെയ്യുന്നത്. എന്താ ശ്രീനാഥ് ബാസിനെ ഫോൺ ചെയ്യുന്നൊക്കെ ഇതിൽ ഇറങ്ങി പോകുന്ന ഭാഗം അവിടെ ക്യാമറ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്തേക്ക്. ഇതാണ് ലൊക്കേഷൻ. ഈ മല ഈ ഏരിയ ആണ് എടുത്തത്. ഗീസ്, നമ്മൾ ആ ഫിലിമിൽ ഒരു പള്ളി പെരുന്നാളിൻ്റെ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടല്ലേ, അത് ഈ പള്ളിയാണ്, പൂവാറന്തോടുള്ള ഈ പള്ളിൻ്റെ ആ ഒരു സീന് ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് വെച്ചാൽ ഈ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അവർ പ്രത്യേകം തയ്യാറാക്കി വന്നല്ല, ആ പെരുന്നാൾ ദിവസം തന്നെയാണ് ഇവിടുത്തെ ആ ഒരു സീൻ അവർ ഷൂട്ട് ചെയ്തത്.
ഗൈസ് നമ്മളിപ്പോൾ കയറി വരുന്നൊരു ഏരിയ ആണിത്. കണ്ടില്ലേ, അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് കിടിലൻ, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പൂവാറന്തോടിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുക്കത്തുനിന്ന് വഴിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓമശ്ശേരിയിൽ നിന്നും പൂവാറന്തോടിലേക്ക് എത്താം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ഡെവലപ്ഡ് ഒന്നുമല്ല, ആളുകൾ വളരെ സാധാരണക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ ഇവിടേക്ക് വരുന്ന ആളുകളാണെങ്കിൽ അവരൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ആട്യമ്പാറ വഴി നിലമ്പൂർ ആ സൈഡിലേക്കൊക്കെ പോകാനുള്ള വഴികളുണ്ട്. പക്ഷേ ഫോറസ്റ്റിൻ്റെ അനുമതി വേണം മേലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് തന്നെ ഫോറസ്റ്റിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, സ്ഥലങ്ങൾ കണ്ടിങ്ങനെ പോകാം, അടിപൊളി, ഒന്നും പറയാനില്ല. ഭയങ്കര ഒരുപാട് കാലമായി ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു യാത്രകളൊക്കെ ചെയ്തിട്ട്. കിടലെന്ന് പറഞ്ഞാൽ കിടലൻ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നാബിൻ്റെ കഥാപാത്രം ജെസ്സി അവിടെ ആ ഒരു ഫ്ലെക്സ് കണ്ടിട്ട് ഓടി വന്ന് നോക്കുന്ന ഒരു സ്ഥലമല്ലേ, ആ ഒരു പാലമാണ്, ആ ഒരു ബ്രിഡ്ജാണത്. അവിടെ കാണുന്നതാണ് ആ ഒരു എന്താ പറയുക, ഫ്ലെക്സ് വെച്ചൊരു ബിൽഡിങ് കാണുന്നില്ലേ, പൂവാറന്തോട് ക്ഷീരോത്പാദന സഹകരണ സംഘം എന്നുകൊണ്ടുള്ള ആ ഒരു ബിൽഡിങ്ങാണത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാട്ടോ അത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു എന്താ പറയുക, ഒരു പുഴ, ഒരു അരുവി എന്ന് പറയാൻ പറ്റില്ല, അത്രയും ശക്തിയിലാണ് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നത്. ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ഒരു പാലമാണത്. അപ്പോൾ കേസ് ഇതാണ് പൂവാറന്തോട് അങ്ങാടിയാണത്. നമ്മൾ ഈ കാണുന്ന ഷോപ്പാണ്. അതിൽ ആ ഒരു ടെക്സ്റ്റൈൽസ് ആയിട്ട് അവർ ലൊക്കേഷൻ ഇട്ടാണ്. ഇതാണ് മൊത്തത്തിൽ വ്യൂ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ കട, 1-2 കടകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു അങ്ങാടിയാണ്. കോഴിക്കോടിൻ്റെ ഒരു ചെറിയൊരു മലയോര ഗ്രാമമാണത്. അപ്പോൾ കേസ് നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ അന്നബൻ്റെ ക്യാരക്ടർ ജെസ്സി കോഴിക്കോടേക്ക് ബസ് കയറുന്നൊരു സീനുണ്ട്. ഈ റോഡിൽ നിന്നാണ് ബസ് വന്നിട്ട് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ആ ഒരു ബസ് കയറുന്ന സീൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഫിലിം ലൊക്കേഷൻ്റെ കാഴ്ചകൾ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തിൽ കാണിച്ചു തരാം. അത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാമറയിൽ കണ്ടാലും നിങ്ങൾക്ക് എത്രത്തോളം അത് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. കിട്ടില്ല സാധനമാണ്. ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വരികയാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ വരിക, സ്ഥലം കാണാൻ പോവുക. ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുത്തരുത്. എന്ന് വെച്ചാൽ പക്ക സാധാരണക്കാരാണ്, ഒരു മലയോര ഗ്രാമമാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.